ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ ആധികാരികമായി നമ്മളോട് സംസാരിക്കുവാനുമായി പ്രമുഖ വാസ്തു ജ്യോതിഷ ആചാര്യൻ ശ്രീ ഡെന്നിസ് ജോയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് അദ്ദേഹത്തെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. ഏറെ ബഹുമാനം നിറഞ്ഞ ഡെന്നിസ് ജോയ് സർ, ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നും എഴുതുന്ന കത്താണിത്. ഇവിടെ 14 സെൻറ്റ് സ്ഥലത്ത് 20 വർഷമായി വീട് പണിത് താമസിക്കുന്നു. ഇപ്പോൾ മകളുടെ വിവാഹം ആലോചിച്ചിട്ടൊന്നും ശരിയാകുന്നില്ല. അവളുടെ വിവാഹം നടക്കാത്തത് വീടിൻ്റെ ദോഷം കൊണ്ടാണെന്ന് ബന്ധുക്കൾ പലരും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രോഗ്രാമിലേക്ക് കത്തെഴുതുന്നത്. ദയവായി മറുപടി ഒന്ന് സഹായിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടികളെ കല്യാണം നടക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം വെച്ചാൽ ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് പോകുമ്പം കിഴക്ക് വടക്ക് ഭാഗവും തെക്ക് കിഴക്ക് ഭാഗവും മിസ്സിംഗ് ആയി പോവുകയും ചെയ്യും. കാരണം നേരത്തെ ഇതിൻ്റെ അകത്ത് പ്ലാൻ വരച്ച സമയത്ത് ഈ കിഴക്ക് ഭാഗത്തേക്കുള്ള ഈ വർക്ക് ഏരിയ നിലവിലില്ലായിരുന്നു. ഇത് പിന്നീട് ഇവർക്ക് ആവശ്യം കൂടിയ സമയത്ത് ഇവർ കൂട്ടിയെടുത്തുകൊണ്ട് വന്നിരിക്കുന്ന അപാകതകളാണ്. അപ്പം ഇതിനകത്ത് കുട്ടികളുടെ പോർഷൻ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഈ പറഞ്ഞ പോലെ പിള്ളേരെ കൊണ്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം ഇതിനകത്ത് മക്കളുടെ കല്യാണം നടക്കുന്നില്ല എന്നുള്ള പ്രശ്നമാണ് ഇതിനകത്ത് അച്ഛനും അമ്മയെ അലട്ടുന്നത്. അപ്പോൾ അതാണ് ഇതിനകത്ത് മെയിൻ ഒരു പ്രശ്നം. കിഴക്ക് വടക്ക് ഭാഗത്തെയും തെക്ക് കിഴക്ക് ഭാഗത്തെയും കംപ്ലൈൻ്റ് ആണ്. അത് ഈ ഒരു വർക്ക് ഏരിയ കിഴക്ക് ഭാഗത്തോട്ട് പ്രൊജക്റ്റ് ചെയ്തെടുത്തേക്കുന്നുകൊണ്ട് വന്നിരിക്കുന്ന ദോഷമാണ്. അതുപോലെ ഈ വീടിന് തെക്ക് പടിഞ്ഞാറ് ഭാഗവും ഒഴിഞ്ഞു കിടക്കുകയാണ്. കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗം ഒഴിഞ്ഞു കിടന്നു കഴിഞ്ഞാൽ ആ ഭാഗത്ത് അല്ലെങ്കിൽ ഈ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് കാല് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടാകാം. അതുപോലെ ഇതിലെ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവിടെ കല്യാണത്തിന് തടസ്സം നേരിടാം. അപ്പം ഏതെങ്കിലും കാരണവശാൽ ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ പോലും ചിലപ്പോൾ ജാതകം നോക്കുമ്പോഴോ അല്ലാതെയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോ കാരണങ്ങൾ പറഞ്ഞ് കല്യാണം ഡിലേ ആയി പോകാം. അപ്പോൾ ഇതിനകത്ത് കിഴക്ക് വടക്ക് ഭാഗവും തെക്ക് കിഴക്ക് ഭാഗവും ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗവും ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുത്ത് സ്ക്വയർ ചെയ്ത് വിടുക. അതുപോലെ ഇവർക്ക് പറ്റുമെങ്കിൽ ഈ കിഴക്കോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന ആ ഒരു വർക്ക് ഏരിയ പൂർണ്ണമായി ഒഴിവാക്കുകയാണ് ഏറ്റവും ബെറ്റർ. ആ വർക്ക് ഏരിയ ഒഴിവാക്കി എടുക്കുകയാണെങ്കിൽ കിഴക്ക് വടക്ക് ഭാഗവും തെക്ക് കിഴക്ക് ഭാഗവും സ്ക്വയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം വെച്ചാൽ ഓൾറെഡി അത് സ്ക്വയറായി കിട്ടുകയും ചെയ്യും. കാരണം ആ തള്ളൽ പൂർണ്ണമായിട്ട് മാറ്റി കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും ബെറ്ററാണ്. അതുപോലെ ഇതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് കിച്ചണോട് ചേർന്നൊരു ടോയ്ലറ്റ് നിൽപ്പുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഒരു കാരണവശാലും കിച്ചണിലോട്ട് ഫേസ് ചെയ്യത്തക്കൊണ്ട് ഡോറ് വെച്ചുള്ള ഒരു ടോയ്ലറ്റ് നമ്മൾ പ്ലാൻ ചെയ്യാറില്ല. കാരണം ഒരു ടോയ്ലറ്റിനകത്ത് എപ്പോഴും നമ്മൾ എനർജി നഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആയിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. കാരണം വെച്ചാൽ ഒരു ടോയ്ലറ്റിൽ എപ്പോഴും നെഗറ്റീവ് ഊർജ്ജമായിരിക്കാം. അപ്പം അതിൻ്റെ ഒരു വാതിൽ നമ്മുടെ കിച്ചണിലേക്ക് വെക്കുമ്പം അതിനകത്ത് എപ്പോൾ ഡോറ് തുറന്നാലും അല്ലെങ്കിൽ ചിലപ്പോൾ ഡോറ് തുറന്നിട്ടിരിക്കുന്നതാവാം, അതിനകത്തുള്ള നെഗറ്റീവ് ഊർജ്ജമായിരിക്കും നമ്മുടെ ആ കിച്ചണിലേക്ക് കടന്നു വരുന്നത്. അത് നമ്മുടെ ഫുഡിൻ്റെ അകത്തൊക്കെ അത് സ്പ്രെഡ് ചെയ്യാനും ഒക്കെയുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇവർ അത്യാവശ്യമായിട്ട് ഈ കിച്ചണിലോട്ട് ഫേസ് ചെയ്യുന്ന ഈ ടോയ്ലറ്റിൻ്റെ ഡോറ് കിച്ചണിലോട്ട് ഫേസ് ചെയ്യാതെ മാറ്റി സ്ഥാപിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതുപോലെ മെയിൻ ഡോറിലായിട്ട് ഒരു പക്വ അമറൊക്കെ ഒട്ടിക്കുകയാണെങ്കിൽ വെളിയിൽ നിന്നുള്ള നെഗറ്റീവ് ഊർജ്ജങ്ങളൊക്കെ കടന്നു വരുന്നത് തടസ്സപ്പെടുത്തും. അതുപോലെ മകൾ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് ഭാഗം പഞ്ചഭൂതങ്ങളെ വെച്ചിട്ട് എനർജൈസ് ചെയ്യുകയാണെങ്കിൽ ഇവരുടെ കല്യാണത്തിനുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അതുപോലെ ഈ വീട് നിൽക്കുന്നത് ശരിക്കും ഒരു സ്ഥാനത്തല്ലാത്ത അവസ്ഥയാണ്. കാരണം വെച്ചാൽ ഇതിൻ്റെ തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും ഒരുപാട് സ്പേസ് കൂടുതലാണ്. കാരണം നമ്മളൊരു വീടിന് കുറ്റിയടിക്കുമ്പം മാക്സിമം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. അതുപോലെ എപ്പോഴും നമ്മളൊരു വീടെടുക്കുമ്പം വീടിൻ്റെ കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും ആയിരിക്കണം നമുക്ക് മാക്സിമം സ്പേസ് ഉള്ളത്. കാരണം പടിഞ്ഞാറ് ഭാഗത്തും തെക്ക് ഭാഗത്ത് സ്പേസ് കുറവായിട്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതിൻ്റെ അകത്ത് തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും ഒരുപാട് സ്പേസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ താമസിക്കുമ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനും കുട്ടികളുടെ ഉന്നമനത്തിനുമൊക്കെ അത് തടസ്സം നേരിടാം. അതുപോലെ തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളും തൊഴിലൊരു പുരോഗതി ഉണ്ടാകാതിരിക്കുന്നതിനും ഇത് കാരണമായി തരും. അപ്പോൾ ഇതിൻ്റെ കണക്കനുസരിച്ച് ഇതിൻ്റെ തെക്ക് ഭാഗവും പടിഞ്ഞാറ് ഭാഗവും ഭൂമി കഴി കൂടിയാണെങ്കിൽ പോലും ഒരു ബേസിക് ഫൗണ്ടേഷൻ കിട്ടിയ സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും, വീട് സ്ഥാനത്താവുകയും ചെയ്യും. ഈ കല്യാണത്തിൻ്റെ മെയിൻ വിഷയം ഇതിൻ്റെ കിഴക്ക് വടക്ക് ഭാഗവും തെക്ക് കിഴക്ക് ഭാഗവും തെക്ക് പടിഞ്ഞാറ് ഭാഗവും മിസ്സിംഗ് ആയതുകൊണ്ട് വന്നിട്ടുള്ള പ്രശ്നങ്ങളാണ്. ആ ഒരു ഭാഗം ക്ലിയർ ചെയ്യുമ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അതുപോലെ ആ കുട്ടിയുടെ ജാതകം ഞാൻ പരിശോധിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ജാതകത്തിൽ കല്യാണത്തിനുള്ള തടസ്സങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. ഈ ഒരു പരിഹാര കർമ്മം ചെയ്ത ശേഷം ഇവർ കുട്ടിക്ക് കല്യാണം ആലോചിക്കുകയാണെങ്കിൽ ഒരു 2 മാസത്തിനകം ഈ കുട്ടിയുടെ കല്യാണത്തിന് ഉള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി ഒരു 2 മാസം കല്യാണം നടക്കുന്നതിന് അത് കാരണമായി തീരുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ ഈ കത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് പോലെ തന്നെ കല്യാണം നടക്കാൻ ചില വീടുകളിൽ താമസിച്ച കല്യാണം നടക്കത്തില്ല, ആ വീടൊന്ന് മാറി നോക്കുന്നൊക്കെ പല സാഹചര്യങ്ങളും പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് നമ്മുടെ നാട്ടിലൊക്കെ. അപ്പം അത്തരത്തിൽ കണക്റ്റഡ് ആയിട്ട് വരുന്ന മറ്റ് ഇഷ്യൂസ് എന്തൊക്കെയാണ്? അല്ല, ഒരു വീടിനെ സംബന്ധിച്ച് നമ്മൾ എടുക്കുമ്പം നമ്മളൊരു വീടെടുത്താൽ അതിനെ നമ്മൾ കൃത്യമായിട്ട് 8ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ അതിനകത്ത് തൊഴിലിൻ്റെ പോർഷനുണ്ട്, കുട്ടികളുടെ പോർഷനുണ്ട്, ദാമ്പത്യത്തിൻ്റെ ഭാഗമുണ്ട്, വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമുണ്ട്, ആരോഗ്യത്തിൻ്റെ ഭാഗമുണ്ട്, പ്രോസ്പെരിറ്റിയുടെ ഭാഗമുണ്ട്.
ഇപ്പം ഇതിൽ ഏതെങ്കിലും ദിക്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അപാകത, എപ്പോഴും നമ്മൾ കോർണർ മിസ്സിങ്ങിൻ്റെ കാര്യങ്ങൾ മാത്രം പറയുന്നുണ്ട്. ഇത് കൂടാതെ ആ ഭാഗത്ത് പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ വന്നു കഴിഞ്ഞാലും ഈ സെയിം എഫക്റ്റുകൾ ബാധിക്കാം. ഇപ്പം ഒരു വീട്ടിൽ ഒരു വിവാഹത്തിൻ്റെ ഭാഗമുണ്ടെന്ന് നമ്മളിപ്പോൾ ഉള്ള എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് താമസിക്കുന്ന 2 ആൺകുട്ടികളുണ്ടെന്ന് വെച്ചു, അല്ലെങ്കിൽ ഒരാളുടെ കല്യാണം കഴിഞ്ഞു പക്ഷേ ഒരാളുടെ കല്യാണം നടക്കുന്നില്ല. അതിനൊരു പ്രശ്നം വെച്ചാൽ, കാരണം ടോട്ടലി അതിൻ്റെ അകത്ത് കല്യാണം ഡിലേ ആണ്, കല്യാണത്തിനുള്ള ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കാം. രണ്ടാമത്തെ കാര്യം, ആദ്യത്തെ കുട്ടിയുടെ കല്യാണം നടന്നു വെച്ചാൽ ചിലപ്പോൾ ആ കുട്ടിയുടെ ജാതകത്തിൽ അത് നല്ലൊരു സമയത്തും അല്ലെങ്കിൽ വ്യാഴം വരുന്നിരിക്കുന്ന ഒരു സമയത്തൊക്കെ ആവാൻ ചിലപ്പോൾ ആ കല്യാണം നടന്നിട്ടുള്ളത്. രണ്ടാമത്തെ കുട്ടിക്ക് ചിലപ്പോൾ സമയമോശം കൂടെ വരുമ്പോഴത്തേക്ക് കല്യാണത്തിന് ഒരുപാട് നീണ്ടു പോകാം. അവസാനം ഏജ് കൂടി കഴിയുമ്പോഴത്തേക്ക് കല്യാണം വീണ്ടും ഡിലേ ആവാനുള്ള സാധ്യത കൂടി വരാം. അപ്പോൾ വീടുമായിട്ട് ബന്ധപ്പെട്ട് വാസ്തുവിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇതുപോലെ വിവാഹത്തിനുള്ള തടസ്സങ്ങളൊക്കെ വരുന്ന വീടുകളുണ്ട്. അത് തന്നെയല്ല, ചില വീട്ടിൽ താമസിക്കുമ്പോൾ ആരോഗ്യപരമായിട്ട് ഒരിക്കലും നമുക്കൊരു എഴുന്നേറ്റം ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഏതെങ്കിലും രീതിയിൽ അസുഖങ്ങൾ വന്നിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവസ്ഥ വരാം. കാരണം ആശുപത്രി കിടന്നാൽ പോലും മരുന്ന് കഴിച്ചാൽ പോലും ശരീരത്തിൽ പിടിക്കാത്ത ആൾക്കാരുണ്ട്. കാരണം പലപ്പോഴും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഗുണഫലങ്ങൾ അറിയുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാകാം പലപ്പോഴും വീടിൻ്റെ അകത്ത് നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഭാഗത്ത് കംപ്ലൈൻറ്റ് ഉണ്ടാവാം. അതുപോലെ ചില വീടിൻ്റെ കിഴക്ക് വടക്ക് പോർഷൻസൊക്കെ കട്ട് ചെയ്ത് ഛേദിച്ച് പോയിട്ടൊക്കെ ഉള്ള വീടുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വീട്ടിൽ താമസിക്കുമ്പം ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ ഇതുപോലുള്ള പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയായിരിക്കും അവർക്ക് നേരിടേണ്ടി വരിക. കാരണം ചിലപ്പം കല്യാണം നടക്കേണ്ട സമയമായിട്ടും കല്യാണം നടക്കാതെ വരിക, ചിലപ്പോൾ ആരോഗ്യപരമായിട്ട് ഒരു കുഴപ്പമില്ലാത്ത ആൾ ചിലപ്പോൾ ചില വീടുകളിൽ താമസിക്കുമ്പോൾ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവുക. അതുപോലെ എത്ര പൈസ കിട്ടിയാലും നിൽക്കാത്ത അവസ്ഥ വരിക. അതുപോലെ പിള്ളേരെക്കുറിച്ച് എന്തെങ്കിലും രീതിയിൽ നല്ല രീതിയിൽ വളർന്നിരുന്ന മക്കൾ ചിലപ്പം പറഞ്ഞാൽ കേൾക്കാതാവുക, അല്ലെങ്കിൽ അവർ സ്കൂളിൽ പ്രശ്നങ്ങളുണ്ടാക്കുക, പഠിക്കുന്നില്ല, അല്ലെങ്കിൽ വഴക്കാളിത്തരം കാണിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല വിധത്തിലുള്ള വിഷയങ്ങളും ഒരു മനുഷ്യനെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും വീടുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പം വീടിൻ്റെ എല്ലാ മൂലകളിലും അല്ലെങ്കിൽ എല്ലാ പോർഷനിലും ഇങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് എന്താണോ, കുട്ടികളുടെ പോർഷനാണോ, തൊഴിലിൻ്റെ പോർഷനാണോ, അതുപോലെ ദാമ്പത്യത്തിൻ്റെ പോർഷനാണോ, അതിൽ ഏതാണോ ദോഷമായിട്ട് വന്നിട്ടുള്ളത്, അതിൽ താമസിക്കുന്ന ആൾക്കാരെ ഏത് നക്ഷത്രക്കാരാണെന്നുണ്ടെങ്കിലും അവരെ ആ പ്രശ്നങ്ങൾ പൂർണ്ണമായി ബാധിച്ചു തുടങ്ങും. പക്ഷേ അത് എപ്പം നമ്മൾ കണ്ടെത്തി അതിന് പരിഹാരം ചെയ്യുന്നു, ആ വിഷയം അതോടുകൂടി പൂർണ്ണമായിട്ട് മാറിക്കിട്ടുകയും ചെയ്യും. പിന്നെ ജാതകവുമായിട്ട് ബന്ധപ്പെട്ട് ചിലർക്ക് നല്ല സമയങ്ങളും മോശ സമയങ്ങളും ഒക്കെ ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉയർച്ച താഴ്ചകൾ പലർക്കും വരും. പക്ഷേ അത് നല്ല പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു തടസ്സങ്ങൾ കൂടാതെ മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ വാസ്തുവിനെ സംബന്ധിച്ചിട്ട് അത് എപ്പോഴും എനർജി ബേസ്ഡുള്ള കാര്യങ്ങളാണ്. അതിന് വേണ്ടുന്ന പ്രതിവിധി കൃത്യമായിട്ട് ചെയ്തു പോയാൽ ആ വിഷയങ്ങൾ പൂർണ്ണമായിട്ട് മാറിക്കിട്ടുകയും ചെയ്യും. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ ഉറപ്പിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതിയിരിക്കേണ്ട വിലാസം: ജ്യോതി പ്രൊഡ്യൂസർ, ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിൻ്റെ പുതുമ നിറഞ്ഞ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു മനോഹരമായ അധ്യായവുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. പൂർണ്ണപ്രഭവിരിയും മൺതരിയിൽ ഇരുസന്ധ്യകൾ തന്നിലാവിന്മേലൊരു പ്രഭയായി കൊളുത്തുന്നു ദീപനാളം. അതു തൻ കൃപയായി പകരുന്നു ദേവാമൃതം. അറിയുന്നു നാം ഈ നിത്യ ചൈതന്യത്തെ, ഋതുക്കൾ പകർന്ന ഗുരുവര്യന്മാരിലൂടെ കാലങ്ങൾക്കിപ്പുറവും അണയാത്തൊരു നാളം കൃപയായി പകർത്തുന്നു ദേവാമൃതം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ, വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം. ഗുരുവരുളാകുന്ന ദേവാമൃതം.